അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ ഒരു 100 ക്യാമറ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ നമ്മൾ വെക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റലേഷൻ ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമുക്ക് CP+ൻ്റെ NVR ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മോഡൽ നമ്പർ വരുമ്പോൾ CP/UNR 4K56 4R8V2 എന്ന് പറഞ്ഞൊരു മോഡലാണ്. 7 കിലോ വെയിറ്റാണ് ആ ഒരു NVRന് വരുന്നത് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളൊരു NVR ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 16 ടെറാബൈറ്റ് വെച്ചിട്ടുള്ള 8 ഹാർഡ് ഡിസ്ക് നമുക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ഇടാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ 10 ടെറാബൈറ്റിൻ്റെ 7 ഹാർഡ് ഡിസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 64 ചാനൽ IP ക്യാമറ ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്ന NVR ആണ്. അപ്പോൾ ഈ ഒരു NVRൻ്റെ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 320 Mbps ആണ് ഇതിൻ്റെ ഇൻകമിംഗ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഈ ഒരു NVR നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു NVR ആണ്. ഈ ഒരു NVRൽ ഇതിൻ്റെ ക്യാമറ അനലിറ്റിക്സ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ANPR ക്യാമറകൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ പീപ്പിൾ കൗണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യും. ഹീറ്റ് മാപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേസ് റെക്കഗ്നേഷൻ ഉണ്ട്, ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ അനലിറ്റിക്കൽ ഫീച്ചേഴ്സും ക്യാമറയുടെ അനലിറ്റിക്കൽ ഫീച്ചേഴ്സും ഈ ഒരു NVR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള ക്യാമറ വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫീച്ചേഴ്സൊക്കെ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു NVRൽ നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 4 USB പോർട്ടുകളുണ്ട്. അതിൽ 2 USB പോർട്ടുകളെന്ന് വെച്ചാൽ USB 3.0 ആണ്. പിന്നെ ഒരു ESATA ഇൻ്റർഫേസ് വരുന്നുണ്ട്. 2 HDMI കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 VGA കേബിളും കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ടോട്ടൽ 4 ഡിസ്പ്ലേ യൂണിറ്റുകൾ, 4 മോണിറ്ററുകൾ വരെ നമുക്ക് ഇതിനകത്തോട്ട് ഒരേ സമയം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു NVR നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മറ്റ് പല കമ്പനി ക്യാമറകളും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഹിക്വിഷിൻ്റെയോ ദഹ്വയുടെയോ സാംസങ്ങിൻ്റെയോ ഒക്കെ ഏത് ബ്രാൻഡ് IP ക്യാമറ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു NVRലുള്ള ONV-IF എന്നുള്ളൊരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഈ ഒരു ONV-IF പ്രോട്ടോക്കോളിൻ്റെ 2.4 വേർഷനാണ് ഈ ഒരു NVRലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു NVRലേക്ക് ഇപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ 7 ഹാർഡ് ഡിസ്കുകളാണ്. സാധാരണ കേസിൽ ഈ 7 ഹാർഡ് ഡിസ്കോടെ ഒരു സിംഗിൾ വോളിയം ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഞാൻ വെക്കാൻ പോകുന്ന 64 ക്യാമറകളും ഈ ഒരു NVRലേക്ക് കണക്ട് ചെയ്യുന്ന 64 ക്യാമറകളും ഈ ഒരു സിംഗിൾ വോളിയത്തിൻ്റെ അണ്ടറിലായിരിക്കും റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വോളിയംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. 2ഓ 3ഓ എത്രയെന്ന് വെച്ചാൽ വോളിയംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ വോളിയംസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇടുന്ന 7 ഹാർഡ് ഡിസ്കിൽ 4 ഹാർഡ് ഡിസ്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യുന്നു, വോളിയം 1 എന്നുള്ള പേരിൽ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ബാലൻസ് വരുന്ന 3 ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വോളിയം 2 ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ 4 ഹാർഡ് ഡിസ്കിൻ്റെ വോളിയത്തിലേക്ക്, അതായത് 40 TB ആയിരിക്കും അന്നേരം വരിക. ഈ 40 TBയിലേക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു 35 ക്യാമറകൾ റെക്കോർഡ് ചെയ്യിപ്പിക്കാം. അതുപോലെ ബാലൻസ് വരുന്ന ആ ഒരു 30 ടെറാബൈറ്റിലേക്ക് എനിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ക്യാമറകളെ കൂടെ റെക്കോർഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ റിലയബിലിറ്റി, കുറച്ചുകൂടെ റിഡൻഡൻസി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഒരു സിംഗിൾ വോളിയം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടാകുന്നില്ല. പിന്നെ ഈ ടൈപ്പ് വലിയ NVRകളൊക്കെ പ്രധാനമായിട്ടും എടുക്കാറുള്ളതെന്ന് വെച്ചാൽ വളരെ അധികം ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് CP+ എന്നുള്ള നമ്മുടെ ഈ ഒരു കമ്പനി റെയ്ഡ് വോളിയംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു NVRൽ കൊടുത്തിട്ടുണ്ട്. റെയ്ഡ് വോളിയംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്നാണ് പറയുക. റെയ്ഡ് 0, 1, 5, 10 ഇങ്ങനെ 4 റെയ്ഡ് വോളിയംസ് നമുക്കിതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൈഡ് വോളിയൂംസ് ആണ് ഈ 0, 1, 5, 10 വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് റാക്കിലൊന്ന് മൗണ്ട് ചെയ്യണം. അപ്പോൾ റാക്കിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാക്ക് മൗണ്ടബിൾ ആയിട്ടുള്ള അതിൻ്റെ ക്ലാമ്പും അതിൻ്റെ സ്ക്രൂസും എല്ലാം ഈ ഒരു NVRനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അത് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 17U റാക്കിലേക്കാണ് ഈ ഒരു NVR ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഒരു ഹാർഡ് ഡിസ്കിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത്, അതായത് ഒരു 750 ഗ്രാമെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു 7 ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടുള്ള ഒരു NVRൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15-16 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ടവർ റാക്കാണ്. അപ്പോൾ ഈ ഒരു ടവർ റാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഭിത്തിയിലേക്കായിരിക്കില്ല പിടിപ്പിക്കുന്നത്. ഭിത്തിയിൽ പിടിപ്പിക്കുന്ന റാക്കുകൾ നിങ്ങൾക്കറിയാം പൊതുവേ തന്നെ വാൾ മൗണ്ട് റാക്കുകൾ എന്നാണ് പറയുക. അപ്പോൾ ഈ ടവർ റാക്കിൽ ഞാനിത് വെക്കുന്നതിൻ്റെ റീസൺ മറ്റൊന്നും കൂടെയാണ്. കാരണം നമുക്ക് ഈ ഒരു NVR മാത്രമല്ല, ഈ ഒരു NVRനെ പോലെ തന്നെ മറ്റൊരു NVRും ഇതുപോലെ തന്നെ സെയിം വെയിറ്റ് ഉള്ളത് വരുന്നുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഒരു 3-4 16 പോർട്ടിൻ്റെ സ്വിച്ചുകളും വരുന്നുണ്ട്. പിന്നെ അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള TP ലിങ്കിൻ്റെ 1 Gbps സ്വിച്ചും അങ്ങനെയുള്ള പല സ്വിച്ചുകളും നമുക്ക് ഇതിനകത്തോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു 70 കിലോളം വെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ടോട്ടൽ വെയിറ്റ് ഒരു 70 കിലോളം വരും. നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു സാധനം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വോളിന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടവർ റാക്ക് തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടവർ റാക്ക് ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ ഇതുപോലെ ഒരുപാട് ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടുള്ള, ഒരുപാട് ഹാർഡ് ഡിസ്ക് ഇട്ടെന്നല്ല, ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടുള്ള NVR ആണെങ്കിൽ പോലും അല്ലെങ്കിൽ DVR ആണെങ്കിൽ പോലും നമ്മൾ വളരെ ഷെയ്ക്കിംഗ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് ഒരിക്കലും വയ്ക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 7200 പ്രാവശ്യമാണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലേറ്ററും ഹെഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റിന് അത്രയും ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിവൈസ് ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഹെഡ് ഡാമേജ് ആകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മൾ വെക്കുന്ന ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് മാത്രം ഏകദേശം 25,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒറ്റ NVRലിടുന്ന ഹാർഡ് ഡിസ്കിൻ്റെ റേറ്റ് മാത്രം ഏകദേശം 2 lakhിനടുത്തോളം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.